ഹലോ, അങ്ങനെ ഇന്ന് നമ്മളുടെ 6ാമത്തെ ഡേ ആണ് കേട്ടോ ഗൈനിയിൽ. ഗൈനി തുടങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ ഒരു ദിവസം പോലും ലീവ് എടുത്തിട്ടില്ല. കാരണം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഗൈനി. നമുക്ക് ഡെലിവറി എടുക്കാം, സിസേറിയന് അസിസ്റ്റ് ചെയ്യാം. ഇന്ന് ഭയങ്കര തിരക്കുള്ള ദിവസമാണ് OPDയിൽ കേട്ടോ. അങ്ങനെ ഫസ്റ്റിന് സിസ്റ്റേജിൻ്റെ അടുത്ത് പോയിട്ട് ഇന്നലെ രാത്രി നടന്ന ഡെലിവറീസിൻ്റെ നോട്ടൊക്കെ എഴുതാനുണ്ടായിരുന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ എഴുതി വിട്ട് അത് കഴിഞ്ഞ് പിന്നെ നേരെ വാർഡ് പോയി ബിപിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇന്ന് സേറ് റൗണ്ട്സിന് വന്നില്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ തന്നെയായിരുന്നു മെയിൻ. അപ്പോൾ നമ്മൾ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കണം. ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ കാര്യങ്ങളോ എന്നുള്ളതൊക്കെ. ഈ ഒരു അമ്മച്ചിൻ്റെ ചിരി വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോയിട്ടോ. നിങ്ങളൊന്ന് നോക്കിയെന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവിലുള്ളവരുടെ HB ലെവൽ നോക്കണം. കാരണം ബ്ലീഡിങ്ങിനുള്ള ചാൻസ് ഉണ്ട്, അല്ലാണ്ട് തന്നെ ബ്ലഡ് ലോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് എത്രത്തോളം ബ്ലീഡിങ് ഉണ്ട് അതിനനുസരിച്ച് BT ഒക്കെ നോക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ നോക്കണം. അത് കഴിഞ്ഞൊരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മൾ ഗ്ലൗസ് ഒക്കെ അണിഞ്ഞിട്ട് ആ ഒരു BT സെറ്റ് കണക്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഫ്ലോ ചെക്ക് ചെയ്യണം. സപ്പോസ് BT സെറ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ ഫ്ലോ റെഗുലർ ആയിരിക്കില്ല, എയർ ബബിൾ വരരുത് നമ്മളുടെ ഒരു BT സെറ്റിൽ. എന്നിട്ട് ഭയങ്കര ഉയരത്ത് വെച്ചിട്ട് നമ്മൾ വീണ്ടും ആ ഒരു കാനുലായിട്ട് കണക്ട് ചെയ്യണം. എന്നിട്ട് ഫസ്റ്റിൽ നമ്മൾ കൊടുക്കുന്നത് 10 to 12 അല്ലെങ്കിൽ 8 to 10 ഡ്രോപ്പാണ്, അഥവാ സ്ലോയിലേ കൊടുക്കാവുള്ളൂ. കാരണം ഫസ്റ്റിൽ റിയാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. സപ്പോസ് റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ BT സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആയതുകൊണ്ട് മാത്രം റിയാക്ഷൻ ഉണ്ടാവില്ല എന്നൊന്നുമില്ല, സെയിം ആണെങ്കിലും റിയാക്ഷനൊക്കെ ഉണ്ടാവും. പിന്നെ വാർഡിലുള്ള കുട്ടികളൊക്കെ എടുത്ത് കുറച്ച് നേരം ഇങ്ങനെ കളിപ്പിച്ചിരുന്നു കേട്ടോ. എല്ലാവരും കുട്ടികൾ നമ്മളെ വീക്ക്നെസ് ആണ് കേട്ടോ. നമ്മളെ പ്രായം എപ്പോഴെങ്കിലും കുറയാണെങ്കിൽ ഇനിയിപ്പോൾ ചെറിയ കുട്ടികളെ കാണുമ്പോഴേ കുറയുള്ളൂ, അല്ലാണ്ട് ഇപ്പോൾ വയസ്സനായി പോയില്ലേ, എന്ത് ചെയ്യാനാ. പിന്നെ കുട്ടികളാകുമ്പോൾ കഷ്ടപ്പെട്ട് ഹിന്ദിയിൽ വർത്താനം പറയണമെന്നില്ലല്ലോ, മലയാളത്തിലും വർത്താനം പറഞ്ഞാൽ പോരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ പോയി. കരിമ്പ് ജ്യൂസ് ഇപ്പം ഭയങ്കരമായിട്ട് സുലഭമായിട്ട് കിട്ടുന്ന ടൈമാണ് കേട്ടോ. പോരാത്തതിന് ഇത്രയ്ക്ക് ചൂടാണ്, നാട്ടിലത്തെ പോലെ അത്ര മയം കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ചൂടത്ത് കുറച്ച് കരിമ്പ് ജ്യൂസ് കുടിച്ചാൽ കിട്ടുന്ന ഒരു ആശ്വാസം ഭയങ്കരമാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ OPDയിലേക്ക് തിരിച്ചു പോയി. സാറ് PV ചെയ്യാൻ പഠിപ്പിച്ചെന്നു കേട്ടോ. മെയിനായിട്ട് PV ആണ് ഈ ഒരു ഒബ്സിലും ഗൈനിയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടി OPD നോക്കിയപ്പോൾ പിന്നെ ലഞ്ച് ബ്രേക്കിനുള്ള ടൈമായി. അങ്ങനെ പുറത്ത് പോയപ്പം കാര്യമായിട്ട് ഇവിടെ കിട്ടൽ ചാവൽ എന്ന് പറഞ്ഞാൽ ചോറും പിന്നെ രാജ്മ, എന്തെങ്കിലുമൊക്കെ പയറ്, ചക്ക, മാങ്ങ, തൈരൊക്കെ ആയിരിക്കും. അതിലും നല്ലത് നമ്മൾ സമൂസ അല്ലെങ്കിൽ പക്കോട അല്ലെങ്കിൽ മിഠായി ഒക്കെ വേണം കേട്ടോ കഴിക്കൽ. അതാവുമ്പോൾ പിന്നെ നമുക്ക് പൈസ കൊടുത്തിട്ട് കഷ്ടപ്പെട്ട് തിന്നേണ്ട ആവശ്യമില്ലല്ലോ. ഇച്ചിരി ഫാസ്റ്റ് ഫുഡാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കട്ടോ. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പിന്നെ നിക്കൂല് പോയി നോക്കി. കുട്ടികളൊക്കെ കടത്തുന്ന സ്ഥലങ്ങളും പിക്കൂലും എല്ലാം പോയി ജസ്റ്റ് വെറുതെ ഒന്ന് വിസിറ്റ് ചെയ്തു. നമുക്ക് അവിടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു OTയിലേക്ക് ഒരു പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഓപ്പറേഷനൊക്കെ സക്സസ് ആയിട്ട് തന്നെ തീർന്ന് അത് കഴിഞ്ഞ് എല്ലാവർക്കും മുട്ടായും കാര്യങ്ങളൊക്കെ തന്നിട്ടോ. അത് അവരുടെ ഒരു ഹാപ്പിനെസ്സിന് അവർ തരുന്നതാണ്. അങ്ങനെ കുറച്ച് നേരം കൂടി OPDയിൽ കുത്തിരുന്നപ്പോൾ സാർ പറഞ്ഞു, എന്നാൽ പോയിക്കോ, നാളെ OTയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, നേരത്തെ വരണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് വിട്ട് അങ്ങനെ ബസ്സിൽ തിരിച്ചു പോകുന്നു. കോളേജിലെത്തിയപ്പോൾ അവിടെ ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം മൈൻഡ് ഫ്രഷ് ആക്കാനും വേണ്ടി അത് കണ്ട് കുത്തിരുന്ന്. അപ്പോഴത്തേക്കും പള്ളൻ്റെ അകത്തുനിന്ന് ഭയങ്കര കത്തിക്കാളൽ തുടങ്ങി. കാരണം ഉച്ചയ്ക്ക് ലൈറ്റ് ആയിട്ടല്ലേ കഴിച്ചത്. അപ്പോൾ വേഗം റൂം വന്നിട്ട് മാങ്ങ ഉണ്ടായിരുന്നു, മാങ്ങയും പിന്നെ ഒരു പാലും വാങ്ങിയിട്ട് വേഗം ഒരു ഷെയ്ക്ക് ഉണ്ടാക്കി കുടിച്ച് പ്രസാദിക്കൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ ഉറക്കത്ത് നിന്ന് അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുന്ന പ്രസാദിക്കായിരുന്നു. അങ്ങനെ രണ്ടാളും പാടെ ഷെയ്ക്കൊക്കെ കുടിച്ച് സെറ്റാക്കി. മോൻ്റെ എന്താ കുക്കിംഗ് ആണോന്ന്? പ്രസാദിക്ക ബിഗ് ബോസ് ആണ്. ഈ പരിപാടിയൊക്കെ നമ്മളല്ലാണ്ട് കാണും. അപ്പോൾ ഇന്നത്തെ ഫുഡിങ് ആണ് വിത്ത് പ്രസാദിക. ഓക്കെ ബൈ ഗൈസ്. നിങ്ങളെ വിറ്റാൽ എന്തെങ്കിലും കിട്ടുമോ? എന്തെങ്കിലും കിട്ടുമോ?